ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ കൂട്ടുകാർക്ക് പരീക്ഷ വരാനായിട്ട് പോവുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടെ എന്ത് ചെയ്യാവുന്ന ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നിങ്ങളുടെ മലയാളത്തിലെ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. നോക്കിക്കേ മക്കളെ, അവിടെ ചിത്രത്തിൽ നമ്മുടെ അനുവും അതുപോലെ തന്നെ അനുവിൻ്റെ കോഴിയും ഉണ്ട് കേട്ടോ. അനു എന്ത് ചെയ്യാണ്, കോഴിക്ക് അരിമണി കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയാണെന്ന് സംസാരിച്ചത് നോക്കാം. സുന്ദരി, നല്ല അരിമണിയാ, കഴിച്ചോളൂ. മതിയായില്ലേ, ഇപ്പോൾ കൊണ്ടുവരാം അല്ലേ. നമ്മുടെ അനു അവളുടെ കോഴിയോട് എന്ത് പറയാണ്, നല്ല അരിമണിയാണ് സുന്ദരി, കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇനിയും വേണമെന്ന് തോന്നിയപ്പോൾ അനു എന്ത് ചെയ്യാണ്, അനു അടുക്കളയിലേക്ക് ഓടിയില്ലേ. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അല്ലേ. ആ സമയത്താണ് മുറ്റത്തു നിന്നൊരു ബഹളം കേട്ടത്. മുറ്റത്ത് എന്താ ബഹളം? അയ്യോ, പരുന്ത്, എൻ്റെ സുന്ദരി അല്ലേ. മുറ്റത്തുനിന്ന് പെട്ടെന്നൊരു ബഹളം കേട്ടു. ആരാണത്? ഒരു പരുന്താണല്ലേ. പിന്നീട് എന്താണ് സംഭവിച്ചത് നോക്കിക്കേ. അവൾ വടിയെടുത്തൊരേറ് റാഞ്ചിയെടുത്ത കോഴിക്കുഞ്ഞിനെ പരുന്ത് താഴേക്കിട്ടു. അനു ഓടിച്ചെന്നു ഇരു ഹസ്തങ്ങളും ചേർത്ത് അതിനെ വാരിയെടുത്തു. കിടുകിടാ വിറക്കുന്ന കോഴിക്കുഞ്ഞിനെ മറോടണച്ച് അവൾ സ്നേഹപൂർവ്വം തലോടി. ചുവപ്പും കറുപ്പും കലർന്ന നനുനനുത്ത തൂവലുകളും സ്വർണ്ണ നിറമുള്ള കുഞ്ഞിക്കൊക്കും കുണുങ്ങി കുണുങ്ങി നടത്തവുമുള്ള കുഞ്ഞിക്കോഴിയെ അനുവിന് ഏറെ ഇഷ്ടമാണ്. സുന്ദരിക്കോഴി വലുതായി ഒട്ടേറെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി. ഇന്ന് വിരുന്നുകാരുണ്ടല്ലോ, നമുക്ക് തള്ളക്കോഴിയെ കറി വെക്കാം. അമ്മ അച്ഛനോട് പറയുന്നത് കേട്ട് അനുവിന് സങ്കടമായി. അവൾ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടച്ചാ, നമ്മുടെ സുന്ദരിയെ. മോളെ, സുന്ദരിക്ക് പ്രായമായില്ലേ, ഇനി എന്തിനാണ് അതിനെ വളർത്തുന്നത്? പ്രായമായവരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അയാൾ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. ഓക്കെ മക്കളെ, അപ്പോൾ കഥ ഇഷ്ടമായോ? ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് ചോദ്യങ്ങളുള്ളത്. നോക്കിക്കേ, കഥ വായിച്ചല്ലോ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം എഴുതൂ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അനു അടുക്കളയിലേക്ക് എന്തിനാണ്? അമ്മയെ കാണാൻ, അരിയെടുക്കാൻ, വടിയെടുക്കാൻ, മുറ്റത്തെ ബഹളം കേട്ട്. എന്തിനാണ് മക്കളെ? അരിയെടുക്കാനാണ് അനു അടുക്കളയിലേക്ക് പോയത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കഥയിൽ കൈ എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? ഏതാണ് മക്കളെ? ഹസ്താണല്ലേ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കഥയിൽ പദങ്ങളുടെ ആവർത്തനം കൊണ്ട് അർത്ഥത്തെ ശക്തിപ്പെടുത്തുന്ന പ്രയോഗം ഏത്? അപ്പോൾ 2 പ്രയോഗങ്ങളുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ പറയുന്നുണ്ട് കിടുകിട എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ നനുത്ത. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. പ്രായമായ സുന്ദരിക്കോഴിയെ ഒഴിവാക്കാൻ അനുവിന് തീരെ കഴിയുന്നില്ല. എന്തായിരിക്കും അതിനുള്ള കാരണം? എന്തായിരിക്കും മക്കളെ? ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ. ഒരു പക്ഷേ എന്താണ്, പ്രായമായവരെ ഒഴിവാക്കരുത് എന്നുള്ള മൂല്യം നമ്മുടെ അനുവിനുള്ളത് കൊണ്ടായിരിക്കും അല്ലേ. ചിലപ്പോൾ എന്തായിരിക്കും, അനുവിന് ആ സുന്ദരിക്കോഴിയെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് കാലം ഇവരോടൊപ്പം താമസിച്ചല്ലേ, അപ്പോൾ കൂടെ കഴിഞ്ഞവരെയൊക്കെ സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ സഹജീവി സ്നേഹം കൊണ്ടും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിലേതെങ്കിലും 1-2 കാരണങ്ങൾ മക്കൾ എഴുതിയാൽ മതിയാവും കേട്ടോ. ഓക്കെ മക്കളെ, രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 2, പോസ്റ്റർ തയ്യാറാക്കാം. മഴക്കാലമായി, പനിക്കാലവും വിവിധ തരം പനികളും മറ്റ് പകർച്ചവ്യാധികളും ധാരാളമുള്ള കാലം. കൊതുകും ഈച്ചയും എലിയുമെല്ലാം അസുഖം പടർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. രോഗം പരത്തുന്ന ജീവികൾ പെറ്റുപെരുകാൻ ഒട്ടേറെ സാധ്യതകളുണ്ട്. നമ്മുടെ അശ്രദ്ധയ്ക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റുന്ന പോസ്റ്റർ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യുക, അതിലാവശ്യമുള്ള ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിൽ വേണ്ട വാചകങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ. ടീച്ചർ ഇപ്പോൾ ഒന്ന് കൊടുത്തിട്ടുള്ളത് നോക്കിക്കേ. മഴക്കാലം, കൊതുകുകളുടെയും കാലം, പകർച്ചവ്യാധികൾ തടയാൻ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കൂ. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾക്ക് എന്ത് വേണമെങ്കിലും ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെ പോസ്റ്റർ നിങ്ങൾക്ക് മനോഹരമാക്കി ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സംഭാഷണം എഴുതാം. നനയാതെയാകെ നനഞ്ഞു ഭൂമി,
അനിയനല്ലാത്തൊരനിയനെയും നനയാതെ നോതി തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചു പെങ്ങൾ. കുടയില്ലാത്തവർ എന്ന കവിതയിലെ ചേച്ചിയെയും അനിയനെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയെ കാണാൻ അനിയൻ നാട്ടിലെത്തുന്നു. പരസ്പരം കാണുമ്പോൾ അവർ എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുക? കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ടാവില്ലേ? സംഭാഷണ രൂപത്തിൽ എഴുതുക. അപ്പം ചേച്ചിയും അനിയനും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ഡയലോഗ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ചേച്ചിയുടേതാണ് കേട്ടോ. നോക്കിക്കേ, വരൂ ഇരിക്കൂ, എത്ര കാലമായി കണ്ടിട്ട്. ഓക്കെ മക്കളെ, അപ്പോൾ അതിനുശേഷം പിന്നീട് അവരെന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് മക്കളടുത്ത് എഴുതി പൂർത്തീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്കൊരു മോഡൽ എഴുതി നോക്കാം അല്ലേ. ചേച്ചി, വരൂ ഇരിക്കൂ, എത്ര കാലമായി കണ്ടിട്ട്. ഒരുപാട് കാലമായി ചേച്ചി. ചേച്ചിക്ക് സുഖമാണോ? അതേ മോനെ, നിനക്കോ? ഞാനും സുഖമായി ഇരിക്കുന്നു. നിനക്ക് നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ചെല്ലാം ഓർമ്മയുണ്ടോ? ഓ ചേച്ചി, ചേച്ചി എന്നെ കുടയിൽ കൊണ്ടുപോയതോർക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഓ, അതെല്ലാം അപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? ഉണ്ട് ചേച്ചി, ചേച്ചിയെ ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പം ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് ആ ഒരു സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് കുറച്ച് കൂട്ടുകാരുടെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ അവരോട് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കൂ. വാർത്ത തയ്യാറാക്കാം. ഞാവൽക്കാട്ടിലെ തീയണയ്ക്കാനെത്തിയ മഴ നിന്നില്ല. അതിശക്തമായി പെയ്തുകൊണ്ടേയിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. മൃഗങ്ങളെല്ലാം ഉയരമുള്ള കുന്നിൻപുറങ്ങളിൽ അഭയം തേടി. നാടും നഗരവും വെള്ളത്തിൽ മുങ്ങി. തീയിട്ട മനുഷ്യരും പ്രാണരക്ഷാർത്ഥം കാട്ടിലെ ഉയരമുള്ള കുന്നിൽ മുകളിലെത്തി. കുന്നിൻ്റെ നെറുകയിലുള്ള മൃഗങ്ങളെല്ലാം എല്ലാം മറന്ന് മനുഷ്യരെ സ്വാഗതം ചെയ്തു. ഈ സംഭവം വാർത്തയായി എഴുതുക എന്നാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാവൽക്കാട്ടിൽ തീ അണയ്ക്കാൻ എത്തിയിട്ടുള്ള മഴ എന്തായിട്ടില്ല, പിന്നെ നിന്നില്ല അല്ലേ. അത് അതിശക്തമായിട്ട് പെയ്യുകയും നാട്ടിലും നഗരത്തിലൊക്കെ എന്തായി, വെള്ളം കയറിയിട്ട് അവിടെയുള്ള മനുഷ്യരെല്ലാം എവിടേക്ക് അഭയം പ്രാപിച്ചു? നമ്മുടെ കാട്ടിലേക്ക് വന്നു അല്ലേ. അപ്പം കാട്ടിലുള്ള മൃഗങ്ങൾ എന്ത് ചെയ്തു? അവരെല്ലാം മറന്നിട്ട് മനുഷ്യരെ സ്വാഗതം ചെയ്തു അല്ലേ. അപ്പോൾ ഈ ഒരു വാർത്ത, ഈ ഒരു സംഭവം മക്കൾ എന്ത് ചെയ്യണം, പത്രവാർത്തയാക്കിയിട്ട് എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് എഴുതി നോക്കാം. ഒരു പത്രവാർത്ത എഴുതുന്ന സമയത്ത് അതിന് എന്ത് വേണം, ഒരു ഹെഡ്ലൈനൊക്കെ കൊടുക്കണം അല്ലേ. അതിനുശേഷം എവിടെയാണ് അത് നടക്കുന്നത് എന്നുള്ള സ്ഥലമൊക്കെ മക്കൾ ഉൾപ്പെടുത്തണം കേട്ടോ. നോക്കിക്കേ മക്കളെ, മഴ വില്ലനായി, നാട്ടുമനുഷ്യർക്ക് തുണ മൃഗങ്ങൾ. വടക്കൻ മല. വടക്കൻ മലയിലെ ഞാവൽക്കാടിന് പിടിച്ച തീ അണയ്ക്കാൻ എത്തിയ മഴ തോരാതെ പെയ്തു. അതിശക്തിയായ മഴ കാരണം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി. മൃഗങ്ങളെല്ലാം ഉയർന്ന കുന്നിൽ അഭയം തേടി. മഴയെ നേരിടാനാവാതെ അവസാനം നാട്ടുമനുഷ്യരും കാട്ടിൽ അഭയം തേടിയെത്തി. എല്ലാം മറന്ന കാട്ടിലെ മൃഗങ്ങളെല്ലാവരും നാട്ടുമനുഷ്യരെ അവരുടെ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്തു. കാട്ടുമൃഗങ്ങളുടെ ഈ പ്രവൃത്തി മനുഷ്യരുടെ കണ്ണു തുറപ്പിച്ചു. അപ്പം ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് വാർത്ത എഴുതാവുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, ഒരു അനുഭവക്കുറിപ്പാണേ. വെണ്ണക്കണ്ണനിൽ അമ്മ കണ്ണനോട് കാണിച്ച സ്നേഹവായ്പകൾ അച്ചുവിന് ഏറെ ഇഷ്ടമായി. തൻ്റെ അമ്മയും ഇതുപോലെ തന്നെയല്ലേ? ഞാനും എത്രയൊക്കെ കുസൃതികൾ അമ്മയോട് കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്കും അമ്മയുമായോ പ്രിയപ്പെട്ടവരുമായോ ബന്ധപ്പെട്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിലൊന്ന് അനുഭവക്കുറിപ്പായി എഴുതുക. അപ്പം മക്കളുടെ അനുഭവക്കുറിപ്പാണ് എഴുതേണ്ടത്. നിങ്ങളുടെ അമ്മയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മക്കൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നിങ്ങളുടെ അവസാനത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അടുത്ത പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. മക്കൾക്ക് അവിടെ ഒരു കവിത തന്നിട്ടുണ്ട്, കാറ്റ് എന്ന കവിത കേട്ടോ. അപ്പം ആ ഒരു കവിത വായിച്ചു നോക്കിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കറിയാലോ, ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ട ഘട്ടങ്ങളൊക്കെ മക്കൾക്ക് അറിയാം അല്ലേ. അപ്പോൾ എഴുതിയ കവി ആരാന്നും നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. മലയത്ത് അപ്പുണ്ണി എന്ന കവിയാണ് എഴുതിയിട്ടുള്ളത്. കവിതയുടെ പേരെന്താണ്? കാറ്റാണ് കേട്ടോ. അപ്പോൾ ആ കവിത മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്തിനു ശേഷം എന്ത് ചെയ്യുക, അതിന് യോജിച്ച രീതിയിൽ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക കേട്ടോ. പിന്നെ അതിലുള്ള കുറച്ച് പ്രയാസപ്പെട്ട വാക്കുകൾക്ക് അർത്ഥമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ മക്കൾ സ്വയം ഒന്ന് എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് മക്കളുടെ മലയാളത്തിലെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് വിഷയങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതുക കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.